Good morning students. Welcome to my chemistry class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാനിയൽ സെല്ലിൽ നിന്നാണ് ഡാനിയൽ സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം ഡാനിയൽ സെല്ലിൽ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. നിങ്ങൾക്കറിയാം ഈ ഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷനുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ വെസലിൽ നടക്കും. നമ്മളുടെ ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓക്സിഡേഷൻ ഒരു വെസലിലും റിഡക്ഷൻ മറ്റൊരു വെസലിലും നടക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ ഇസ് എൻ ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷൻ. അത് ഞാൻ നിങ്ങളോട് ഉത്തരം എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാകെ ദർശന മാത്രമാണ് എനിക്ക് ഉത്തരം അയച്ചു തന്നത്. അതും കറക്റ്റ് ആൻസർ അയച്ചു തന്നത് ദർശനയാണ്. ദർശന, കൺഗ്രാറ്റ്സ്. ഓക്കെ, സോ വി ഷാൽ സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് ടോപ്പിക്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്. അതായത് ഒരു ഇലക്ട്രോഡും അതിൻ്റെ തന്നെ അയോണുകളുള്ള സൊല്യൂഷനും തമ്മിൽ കോൺടാക്റ്റിൽ വരുമ്പോൾ അവയ്ക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ ഇ. ഇത് കൂടാതെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് നിർണ്ണയിക്കുന്നതെങ്കിൽ, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ നിങ്ങൾക്കറിയാം 298 കെൽവിൻ ടെമ്പറേച്ചർ. ഇനി ഗ്യാസുകളുള്ള റിയാക്ഷൻ ആണെങ്കിൽ 1 bar പ്രഷർ, സൊല്യൂഷൻ ആണെങ്കിൽ കോൺസെൻട്രേഷൻ 1 molar ആയിരിക്കണം. ഈ കണ്ടീഷനിൽ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിർണ്ണയിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസിയർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമ്മൾ ഏതൊരു സെൽ എടുക്കുക, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഡാനിയൽ സെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോഡുകളുണ്ട്, ഒരു ആനോഡുണ്ട്, ഒരു കാഥോഡുണ്ട്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആനോഡിന് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, കാഥോഡിനും അതിൻ്റേതായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്കറിയാലോ ഡാനിയൽ സെല്ലിൽ ദർ ഇസ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഈ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രോഡുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവാം. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ഇലക്ട്രോഡ്സ്, അതായത് ആനോഡിനും കാഥോഡിനും ഇടയിലുള്ള ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽ പൊട്ടൻഷ്യലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒരു സെല്ലിനകത്ത് ഒരു ആനോഡ് ഉണ്ടാവും, ആനോഡിന് അതിൻ്റേതായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി ആനോഡ്. കാഥോഡിനും അതിൻ്റേതായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി കാഥോഡ്. ഈ 2 ഇലക്ട്രോഡുകൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽ പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വി യൂസ് ദ ലെറ്റർ ഇ സെൽ. ദിസ് ഇസ് കോൾഡ് സെൽ പൊട്ടൻഷ്യൽ. ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാഥോഡ് ഇസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ. കാഥോഡിനാണ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്. നിങ്ങൾ ഡാനിയൽ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് സിങ്കിൽ നിന്ന് കോപ്പർ ഇലക്ട്രോഡിലേക്കാണ്. ഇലക്ട്രോൺ ഫ്ലോ ഇസ് ഫ്രോം ദ സിങ്ക് ഇലക്ട്രോഡ് ടു കോപ്പർ ഇലക്ട്രോഡ്. അപ്പോൾ കറണ്ട് ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, കോപ്പറിൽ നിന്ന് സിങ്കിലേക്കാണ്. അപ്പോൾ കോപ്പറാണ് നിങ്ങളുടെ കാഥോഡ്. കാരണം കറണ്ട് ഫ്ലോ എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. അപ്പോൾ കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കോപ്പർ ഇസ് അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ കാഥോഡ് ഇസ് അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ. സോ ഈ സെൽ ഇസ് ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാണാം ഇ right hand side electrode minus E left hand side electrode. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൽ റെപ്രസെന്റേഷനിൽ കാഥോഡ് എപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡ് ഇലക്ട്രോഡും ആനോഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇലക്ട്രോഡ്. സോ ദ ഡിഫറൻസ് വിൽ ഗിവ് യു ദി സെൽ പൊട്ടൻഷ്യൽ. And this is called cell electromotive force when no current is drawn through the cell എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെല്ലിൽ നിന്ന് നമ്മൾ കറണ്ട് ഒന്നും ഡ്രോ ചെയ്യാത്ത സമയത്ത് ആ ഇലക്ട്രോഡുകൾക്കിടയിൽ ഉണ്ടാകുന്ന ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ EMF എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ,
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ അയോണുകളുള്ള ഒരു സൊല്യൂഷനുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ആ ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ആ പൊട്ടൻഷ്യലിനെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അതല്ലെങ്കിൽ ആ ഇലക്ട്രോഡ്, ആ സിംഗിൾ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഇറ്റ്സ് കോൾഡ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തിയററ്റിക്കലി ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ നിർണ്ണയിക്കുക പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്തുകൊണ്ട് ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഓക്സിഡേഷന് മാത്രമായിട്ടോ റിഡക്ഷന് മാത്രമായിട്ടോ നടക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ഹാഫ് സെല്ലിൽ ഒരു റിയാക്ഷൻ്റെ പകുതിയെ നടക്കുന്നുള്ളൂ, റിഡോക്സ് റിയാക്ഷൻ്റെ പകുതിയെ നടക്കുന്നുള്ളൂ. ഒന്നെങ്കിൽ ഓക്സിഡേഷൻ നടക്കും അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കും. രണ്ടിനത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു ഹാഫ് സെല്ലിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യല് ആബ്സല്യൂട്ട് വാല്യൂ, യഥാർത്ഥത്തിലുള്ള വാല്യൂ കണ്ടുപിടിക്കുക അസാധ്യമാണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യാറ് എന്താ വെച്ചാൽ റിലേറ്റീവ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കും. ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള റിലേറ്റീവ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ കേസിലും നമ്മൾ അതന്നെ ചെയ്യുന്നത്. നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ഷുഡ് ചൂസ് എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് എ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, SHE എന്ന് പറയും. അതല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് എ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഇൻഡിവിജ്വൽ ഇലക്ട്രോഡ് NHE ഒരു സിംഗിൾ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം ഓക്സിഡേഷൻ മാത്രമായിട്ടോ റിഡക്ഷൻ മാത്രമായിട്ടോ നടക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡുമായിട്ട് അതിനെ കപ്പിൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അതല്ലെങ്കിൽ ഇറ്റ്സ് കോൾഡ് നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ട് എടുത്തിട്ടുണ്ട്. The potential of the standard hydrogen electrode or the normal hydrogen electrode is taken as 0. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കൂ. നിങ്ങളുടെ നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനിയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. It consists of a thin platinum wire that is sealed in a glass tube. This is your thin platinum wire. This is your platinum wire that is sealed in a glass tube. At the tip, you have a platinum foil. This is coated with platinum black. Okay, and this is immersed in a solution containing hydrogen ions at 1 molar concentration. 1 molar concentration hydrogen ions ഉള്ള ഒരു സൊല്യൂഷനകത്ത് നമ്മൾ അതിനെ ഇറക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്യൂർ ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 bar pressure and 298 Kelvin is constantly bubbled through it. അപ്പോൾ നോക്കുന്നതൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ E0 ആണ് നിങ്ങൾക്ക് കിട്ടുക. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നിങ്ങൾക്ക് കിട്ടുക. കാരണം ബിക്കോസ് യു ആർ മെഷറിംഗ് ഇറ്റ് അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ സെറ്റപ്പ് പറഞ്ഞു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം വയർ ദാറ്റ് ഇസ് സീൽഡ് ഇൻ എ ഗ്ലാസ് ട്യൂബ് ടു വിച്ച് എ പ്ലാറ്റിനം ഫോയിൽ ഇസ് അറ്റാച്ച്ഡ്. It's coated with platinum black. It is immersed in a solution containing hydrogen ion at 1 molar concentration. പിന്നെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ ബബിൾ ചെയ്യുന്നുണ്ട് അറ്റ് 1 bar pressure 298 Kelvin. ഇതാണ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്ന സാധനം. ഇനി ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഈ ഹൈഡ്രജൻ ഇലക്ട്രോഡിന് ആനോഡായിട്ടോ കാഥോഡായിട്ടോ ആക്ട് ചെയ്യാം. കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡ് ആനോഡായിട്ട് ആക്ട് ചെയ്യുമെങ്കിൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡാണ്. കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡ് കാഥോഡായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ മറ്റേ ഇലക്ട്രോഡിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിന് ആനോഡായിട്ടോ കാഥോഡായിട്ടോ ആക്ട് ചെയ്യും. സോ ദാറ്റ്സ് ദി അഡ്വാൻറ്റേജ് ഓഫ് ദി ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോൾ ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ യു നോ ദാറ്റ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ അതിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ നോക്കൂ. ഹൈഡ്രജൻ ഗ്യാസ് അയണൈസ് ചെയ്തിട്ട് H+ അയോൺസ് ആയി മാറും. If it acts as the anode oxidation നടക്കുന്നു, H+ അയോൺസ് ഉണ്ടാവും. കാഥോഡായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കൂ. ഈ സൊല്യൂഷനകത്തുള്ള H+ അയോൺസ് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് റിഡക്ഷൻ അണ്ടർഗോ ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ആയി മാറും.
So these are the reactions taking place at the hydrogen electrode when it acts as the anode and then when it acts as a cathode. രണ്ടായിട്ട് ആക്ട് ചെയ്യാം. ഏതായിട്ടാണ് ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫോളോയിങ് റിയാക്ഷൻസ് നടക്കും. ആനോഡ് ആയിട്ടാണെങ്കിൽ ഈ റിയാക്ഷൻ നടക്കും, കാഥോഡ് ആയിട്ടാണെങ്കിൽ ഈ റിയാക്ഷൻ നടക്കും. ഇനി നമുക്ക് അതിന്റെ റെപ്രസെന്റേഷൻ കൂടി പറയാനുണ്ട്. ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, കാഥോഡ് ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അത് ആനോഡ് ആയിട്ടുള്ള അതിന്റെ റെപ്രസെന്റേഷൻ നോക്കാം. Platinum bar hydrogen gas 1 bar എന്നിട്ട് സ്ലാഷ് ഇട്ടിട്ട് H plus 1 molar ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ആനോഡ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആനോഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരിക. അത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആദ്യം ഇലക്ട്രോഡ് പിന്നെ ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ നോക്കൂ ഇവിടെ പ്ലാറ്റിനം ബാർ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്ലാറ്റിനം റോഡ് ഉണ്ട് അല്ലെങ്കിൽ പ്ലാറ്റിനം വയർ ഉണ്ട്, അതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരു സിംഗിൾ ഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫേസ് ബൗണ്ടറി കാണിക്കാൻ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ ഉപയോഗിക്കും. പക്ഷെ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ചിട്ടില്ല. ബിക്കോസ് ബോത്ത് ഓഫ് ദം ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ഓർ ദേ ടുഗെദർ എക്സിസ്റ്റ് ആസ് എ സിംഗിൾ ഫേസ്. പ്ലാറ്റിനം പ്ലസ് ഹൈഡ്രജൻ ആണ് നിങ്ങളുടെ ഇലക്ട്രോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Then of course your electrolyte 1 molar H plus ions ഉള്ള electrolyte. That is when the electrode is acting as anode. ഇനി കാഥോഡ് ആവുമ്പോൾ ഇത് നേരെ റിവേഴ്സ്. ആദ്യം ഇലക്ട്രോലൈറ്റ് വരുന്നു, പിന്നെ നമ്മളുടെ ഇലക്ട്രോഡ്. So this is the representation when it acts as the cathode. Okay. അപ്പൊ ഇനി നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നിർണ്ണയിക്കുമെന്നാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നോക്കൂ, നിങ്ങളുടെ ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നമുക്ക് ഒരു ആനോഡും ഒരു കാഥോഡും ഉണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നപ്പോൾ ഒരു ഇലക്ട്രോഡ് ആണെങ്കിൽ ആ ഇലക്ട്രോഡിന് എടുത്തു നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡായിട്ട് കപ്പിൾ ചെയ്തിട്ട് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് കൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ സിങ്ക് ആണെങ്കിൽ വിചാരിക്കും സിങ്ക് എടുത്തു പ്ലസ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എടുത്തു. എന്നിട്ട് നമ്മൾ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് കോപ്പറിന്റെ സ്ഥാനത്ത് നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ഇലക്ട്രോകെമിക്കൽ സെല്ല് കൺസ്ട്രക്ട് ചെയ്തു. നമ്മൾക്ക് ഉദാഹരണത്തിന് സിങ്ക് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലാണ് നിർണ്ണയിക്കേണ്ടതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ സിങ്ക് ഇലക്ട്രോഡിന് എടുത്തു, അതിന്റെ കൂടെ നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയും കൂടി കപ്പിൾ ചെയ്തു. നമ്മുടെ ഡാനിയൽ സെല്ലിൽ സിങ്കും കോപ്പറായിരുന്നു, കോപ്പറിന്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ കപ്പിൾ ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് മെഷർ ചെയ്യും. അതിന്റെ വോൾട്ടേജ് മെഷർ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, ഇവിടെ E0 സെല്ലാണ് കിട്ടുക. കാരണം അത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലായതുകൊണ്ടാണ് നമ്മൾ E0 എന്ന് എഴുതിയത്. സെല്ലിന്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടും. ഈ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് വോൾട്ട് മീറ്റർ റീഡിംഗിൽ നിങ്ങൾക്ക് കിട്ടുക E0 സെല്ലാണ്. വോൾട്ട് മീറ്റർ റീഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക E0 സെല്ലാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡ് ആയാലും ശരി കാഥോഡ് ആയാലും ശരി അതിന്റെ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിക്കും ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡാണ്, അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ 0 മൈനസ് ഒരു E0 is equal to your voltmeter reading. Voltmeter reading ഇപ്പോൾ നമ്മളൊരു 0.75 ആണെന്ന് വിചാരിക്കും, 75 വോൾട്ട് ആണെന്ന് വിചാരിക്കും, 0.75 വോൾട്ട് ആണെന്ന് വിചാരിക്കും. This is your voltmeter reading. അപ്പോൾ this voltmeter reading actually gives you the potential of the anode. Zinc electrode potential നമുക്ക് തരുന്നത്, കാരണം ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്, 0 ആണ്. So voltmeter reading actually gives you the potential of the other electrode. അപ്പോൾ നമുക്ക് ഏത് ഇലക്ട്രോഡിനെ വേണമെങ്കിലും ഹൈഡ്രജൻ ഇലക്ട്രോഡായിട്ട് കപ്പിൾ ചെയ്തിട്ട് അതിന്റെ E0 വാല്യൂ, അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് നിർണ്ണയിക്കാം. അപ്പൊ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ യൂസ് ഉണ്ട്. നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ട് ഏതാണ്ട് എല്ലാ മെറ്റൽസിന്റെയും E0 വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വെറുതെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IUPAC കൺവെൻഷൻ പ്രകാരം അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. വെറുതെ E0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യുവർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയും, ഇറ്റ്സ് യുവർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പ്രത്യേകം പറയും. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് യുവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാ എലിമെന്റ്സിന്റെയും എല്ലാ മെറ്റൽസിന്റെയും അല്ലെങ്കിൽ എല്ലാ എലിമെന്റ്സിന്റെയും E0 വാല്യൂ നമ്മൾ നിർണ്ണയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ E0 വാല്യൂവിന്റെ ഇൻക്രീസിങ്
ഓർഡറിൽ നമ്മൾ അവരെ ഒരു ടേബിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു റിമെമ്പർ ദ നെയിം ഓഫ് ദ ടേബിൾ. ഇറ്റ്സ് കോൾഡ് ദി ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയും. അതല്ലെങ്കിൽ ഇറ്റ്സ് കോൾഡ് ദി ആക്ടിവിറ്റി സീരീസ് എന്ന് പറയും. ആക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്നൊക്കെ പറയും. So the arrangement of the various elements in the increasing order of standard reduction potential is called electrochemical series അല്ലെങ്കിൽ activity series അല്ലെങ്കിൽ reactivity series എന്ന് പറയും. അപ്പോൾ മൂലകങ്ങളെ അവരുടെ E0 വാല്യൂ കൂടുന്ന ക്രമത്തിൽ നമ്മൾ ഒരു പട്ടികയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ആപ്ലിക്കേഷൻസ്, അതിന്റെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ 3-4 ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ വി ഷൽ കൺസിഡർ ദി ആപ്ലിക്കേഷൻസ്. So we shall consider the application of the electrochemical series. So നോക്കൂ, അതിന്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് E0 സെല്ല് കണ്ടുപിടിക്കാം. ഒരു സെല്ലിന്റെ E0 വാല്യൂ കണ്ടുപിടിക്കാം. E0 വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? നിങ്ങൾക്ക് E0 കാഥോഡ് വേണം, E0 ആനോഡ് വേണം. ഈ കാഥോഡിന്റെ E0 വാല്യൂ, കാഥോഡ് ആയിട്ടുള്ള മെറ്റലിന്റെ E0 വാല്യൂ, ആനോഡ് ആയിട്ടുള്ള മെറ്റലിന്റെ E0 വാല്യൂ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോകെമിക്കൽ സീരീസ് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. അതിനുശേഷം അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി സെൽ പൊട്ടൻഷ്യൽ കിട്ടും. അപ്പം നമ്മളിപ്പം ഡാനിയൽ സെല്ലാണെങ്കിൽ സിങ്കും കോപ്പറും ഉണ്ട്. സിങ്കിന്റെ E0 വാല്യൂ, കോപ്പറിന്റെ E0 വാല്യൂ രണ്ടും നമുക്ക് ഈ സീരീസ് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് E0 സെൽ. ഡാനിയൽ സെല്ലിന്റെ E0 വാല്യൂ നമുക്ക് കിട്ടും. അതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ടു കമ്പയർ റിയാക്ടിവിറ്റി ഓഫ് എലിമെന്റ്സ്. റിയാക്ടിവിറ്റി ഓഫ് എലിമെന്റ്സ്. റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ റിയാക്ടിവിറ്റി ഓഫ് എ മെറ്റൽ ഇസ് ഇറ്റ്സ് എബിലിറ്റി ടു ലൂസ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്താനുള്ള ഒരു മെറ്റലിന്റെ എബിലിറ്റിയാണ് അല്ലെങ്കിൽ കഴിവിനെയാണ് നമ്മൾ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എലിമെന്റ്സിന്റെ റിയാക്ടിവിറ്റി E0 വെച്ച് എങ്ങനെ കമ്പയർ ചെയ്യാം? അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് E0 വാല്യൂ ലോവർ ആകുമ്പോൾ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. നോക്കൂ, E0 വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന് റിഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് അത് കാണിക്കുന്നത്. ഇറ്റ്സ് എ ടെൻഡൻസി ഓഫ് എ മെറ്റൽ ടു അണ്ടർഗോ റിഡക്ഷൻ. ഗ്രേറ്റർ ദ E0 വാല്യൂ, greater the tendency for reduction എന്നാണ് അതിനർത്ഥം. ഒരു മെറ്റലിന് E0 വാല്യൂ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് റിഡക്ഷൻ ടെൻഡൻസി കുറവാണ്, അതല്ലെങ്കിൽ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു അണ്ടർഗോ ഓക്സിഡേഷൻ എന്നാണ് അർത്ഥം. E0 വാല്യൂ കുറയുന്നതിനനുസരിച്ച് അതിന് ഓക്സിഡൈസ് ചെയ്യാനുള്ള പ്രവണതയാണ് കൂടുതൽ. So it has an ability or it has a greater tendency to lose electron, which means that its reactivity is more. E0 കുറയുമ്പോൾ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്താനുള്ള പ്രവണത കൂടി വരുന്നു, റിയാക്ടിവിറ്റിയും കൂടുന്നു. സോ അത് വെച്ചിട്ട് നമുക്ക് റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യാം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ അവിടെ പറഞ്ഞിട്ടുള്ളത് ടു പ്രിഡിക്റ്റ് ഫീസിബിലിറ്റി ഓഫ് എ സെൽ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ ഫീസിബിലിറ്റി ഓഫ് സെൽ റിയാക്ഷൻ. നോക്കൂ, സെൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കൊരു ആനോഡും ഉണ്ട്, കാഥോഡും ഉണ്ട്. അപ്പോൾ ഈ ഒരു സെൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്ന് വെച്ചാൽ ആനോഡിലുള്ള സാധനം ഓക്സിഡൈസ് ചെയ്യണം, കാഥോഡായിട്ടുള്ള സാധനം എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്താ നോക്കേണ്ടത് എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ സെൽ റിയാക്ഷൻ, ഒരു പെർട്ടിക്കുലർ റിയാക്ഷനിൽ നിങ്ങൾ നോക്കേണ്ടത് E0 വാല്യൂ ഹയർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. E0 വാല്യൂ കുറവായിട്ടുള്ള സാധനം അത് ഓക്സിഡൈസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സിങ്കും കോപ്പറും തന്നിക്കുകയാണ്. സിങ്കും കോപ്പറും തന്നെ നമ്മുടെ ഡാനിയൽ സെല്ലിലാണെങ്കിൽ ഈ കോപ്പർ മൈനസ് ഈ സിങ്ക് ആണ് ഈ സെൽ എന്ന് പറയുന്നത്. കാരണം എന്താ? അവിടെ കോപ്പർ ആണ് നിങ്ങളുടെ കാഥോഡ്, സിങ്ക് ആണ് നിങ്ങളുടെ ആനോഡ്. അപ്പം ഇതിന്റെ E0 വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കോപ്പറിന്റെ E0 വാല്യൂ എടുക്കാം. അതുപോലെ സിങ്കിന്റെ E0 വാല്യൂ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് എടുത്തു. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോപ്പറിന്റെ E0 വാല്യൂ ആണോ കൂടുതൽ എന്ന് നോക്കണം. കോപ്പറിന്റെ വാല്യൂ E0 വാല്യൂ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കോപ്പർ റെഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ കോപ്പർ ഇവിടെ കാഥോഡാണ്, അത് ശരിക്കും എന്താ അണ്ടർഗോ ചെയ്യണം? കാഥോഡിൽ നടക്കേണ്ട റിഡക്ഷൻ ആണ്. അപ്പോൾ കോപ്പർ ഷുഡ് ബി റെഡ്യൂസ്ഡ്. അപ്പോൾ നോക്കുക E0 വാല്യൂ വെച്ചിട്ട് E0 വാല്യൂ കൂടുതലാണോ നോക്കുക.
E0 വാല്യൂ കൂടുതലാണെങ്കിൽ കോപ്പർ റെഡ്യൂസ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ ഫീസിബിൾ ആണ്. E0 വാല്യൂ കൂടുതലുള്ള ആൾ റെഡ്യൂസ് ചെയ്യുകയും E0 വാല്യൂ കുറവുള്ള ആൾ ഓക്സിഡൈസ് ചെയ്യുകയും വേണം. ഓക്കെ, വി ഹാവ് വൺ മോർ പോയിന്റ്. ഓക്കെ, നമ്മൾ ആ ലാസ്റ്റ് പോയിന്റും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ നിർത്താം. യു ഹാവ് ദ ഫോർത്ത് പോയിന്റ്, ടു പ്രെഡിക്റ്റ് വെദർ എ മെറ്റൽ ക്യാൻ ലിബറേറ്റ് ഹൈഡ്രജൻ ഫ്രോം ആസിഡ്സ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതായത് ഹൈഡ്രജനേക്കാൾ റിയാക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങൾ, ഹൈഡ്രജനേക്കാൾ റിയാക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ E0 വാല്യൂ 0 ആണ്. ഹൈഡ്രജനേക്കാൾ റിയാക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങളുടെ E0 വാല്യൂ ഇസ് ലെസ് ദാൻ ഹൈഡ്രജൻ. E0 വാല്യൂ ലെസ് ദാൻ E0 ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ E0 വാല്യൂവിനേക്കാൾ കുറഞ്ഞ E0 വാല്യൂ ഉള്ള മൂലകങ്ങൾ, അതായത് നെഗറ്റീവ് E0 വാല്യൂ ഉള്ള എലിമെന്റ്സ് എല്ലാം തന്നെ ഹൈഡ്രജനേക്കാൾ റിയാക്റ്റീവ് ആണ്. അവർക്കെല്ലാം ആസിഡുകളിൽ നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ പഠിച്ച ഒരു നിയമമാണ്. മോർ റിയാക്റ്റീവ് എലിമെന്റ് displaces the less reactive element from its solution. So ഹൈഡ്രജനേക്കാൾ റിയാക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങൾ, അതായത് ഹൈഡ്രജനേക്കാൾ E0 വാല്യൂ കുറവുള്ള മൂലകങ്ങൾക്ക് ഹൈഡ്രജനെ ആസിഡിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. ഇക്വേഷൻ്റെ പേര് നെർൻസ്റ്റ് ഇക്വേഷൻ. ഈ നെർൻസ്റ്റ് ഇക്വേഷൻ്റെ പ്രസക്തി എന്താണെന്ന് പറയും. അപ്പോൾ പലപ്പോഴും നമ്മളുടെ സെല്ലുകൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്തോളണം എന്ന് നിർബന്ധമില്ല. അതായത് നമ്മൾ പറയാം ടെമ്പറേച്ചർ എപ്പോഴും 298 കെൽവിൻ ആയിക്കൊള്ളണം എന്നില്ല. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും 1 മോളാർ ആയിക്കൊള്ളണം എന്നില്ല. ഗ്യാസുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ എപ്പോഴും 1 ബാർ ആയിക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ സെല്ലുകൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആയ കണ്ടീഷനുകളിലും സെല്ലുകൾ പ്രവർത്തിക്കും. അപ്പോഴാണ് നമ്മളുടെ നെർൻസ്റ്റ് ഇക്വേഷന്റെ പ്രസക്തി വരുന്നത്. When cells operate at conditions different from standard condition. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷനുകളിൽ ഒരു സെല്ല് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ കാര്യമാണ് പറയുന്നത്. റിമെമ്പർ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിർണ്ണയിക്കുന്നത് നമ്മൾ നെർൻസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ when cells operate at conditions different from standard condition, സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നിന്ന് വിഭിന്നമായ കണ്ടീഷനുകളിൽ നിങ്ങളുടെ സെല്ലുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതിനകത്തുള്ള ഒരു ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിർണ്ണയിക്കാനുള്ള ഒരു ഇക്വേഷനാണ് നെർൻസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഈ നെർൻസ്റ്റ് ഇക്വേഷൻ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയും കോൺസെൻട്രേഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ. എന്തിൻ്റെ കോൺസെൻട്രേഷൻ? അതിനകത്തുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ നെർൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയും. സോ നമുക്ക് ഇനി നെർൻസ്റ്റ് ഇക്വേഷനിലേക്ക് പോവാം. അപ്പോൾ ഇഫ് യു കൺസിഡർ എ സെൽ റിയാക്ഷൻ ഓഫ് ദിസ് ടൈപ്പ്, ദിസ് ഇസ് എൻ ഇലക്ട്രോഡ് റിയാക്ഷൻ, ഐ എം സോറി, ഒരു ഇലക്ട്രോഡ് റിയാക്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യും. ദിസ് ഇസ് യുവർ ഇലക്ട്രോഡ് റിയാക്ഷൻ. അതായത് ഒരു മെറ്റൽ അയോൺസ് ഇൻ സൊല്യൂഷൻ ടേക്കിംഗ് അപ്പ് ഇലക്ട്രോൺസ് ആൻഡ് ഗെറ്റിംഗ് റെഡ്യൂസ് ടു മെറ്റൽ ആറ്റംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇലക്ട്രോഡ് റിയാക്ഷനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് സൊല്യൂഷനകത്തുള്ള മെറ്റൽ അയോണുകൾ N ഇലക്ട്രോണുകളെ സ്വീകരിച്ച് മെറ്റൽ ആറ്റംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. ആ ഇലക്ട്രോഡിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ആ റിഡക്ഷൻ്റെ റിയാക്ഷനാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ നിർണ്ണയിക്കാനുള്ള നെർൻസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ദിസ് ഇസ് എ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. സോ EMN+bar_m. അപ്പോൾ ഇവിടെ EMN+bar_m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി ഇലക്ട്രോഡ്. റിഡക്ഷൻ പൊട്ടൻഷ്യലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു E0Mn+bar_m. E0Mn+bar_m എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യുവർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇതിന്റെ വാല്യൂ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് കിട്ടും. -RT/NF log m/mn+. നോക്കൂ, ഇതില് R is your universal gas constant, T is the temperature in the Kelvin scale, N is the number of moles of electrons involved in the electrode reaction.
ഒരു പർട്ടിക്കുലർ ഇലക്ട്രോഡ് റിയാക്ഷനിൽ എത്ര മോഡ് ഇലക്ട്രോണുകൾ ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ n മോഡ് ഇലക്ട്രോണുകളാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഡാനിയൽ സെല്ലിലുള്ള റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ 2 മോഡ് ഇലക്ട്രോൺസ് ആണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ ഇലക്ട്രോണിലുമുള്ള ഇലക്ട്രോഡ് റിയാക്ഷനിൽ എത്ര മോഡ് ഇലക്ട്രോണുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നതാണ് n സൂചിപ്പിക്കുന്നത്. ആൻഡ് F is the Faraday. F Faraday ആണ്. So M is the molar concentration. The ions in the other the metal atoms in the molar concentration. അപ്പോൾ ഇത് നമ്മുടെ നാച്ചുറൽ ലോഗരിതത്തിലാണ് ഇക്വേഷൻ ഉള്ളത്. അതായത് log to the base e ആണ്. ഇതിനെ നമ്മൾ log to the base 10 ആക്കണം. അതിനെ log to the base 10 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. So you can convert it to log to the base 10 by multiplying it by 2.303. അപ്പോൾ നമ്മൾ അതിനെ സാധാരണ നിങ്ങളുടെ ലോഗരിതമാക്കി log to the base 10 m by m n plus. നോക്കൂ ഈ ഇക്വേഷനിൽ molar concentration of m can be taken as equal to unity. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്യൂർ സോളിഡ്സിന്റെ കേസിൽ molar concentration യൂണിറ്റി ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒന്നാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ molar concentration of m can be substituted as equal to 1. അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ your equation will take this form. E m n plus bar m is equal to E0 m n plus bar m minus 2.303 RT by NF log 1 by mn plus n വരും. This is your Nernst equation. ഇനി നമ്മൾ ഈ ഇക്വേഷന് 298 കെൽവിനിൽ ആ കോൺസ്റ്റൻസിന്റെ വാല്യൂ ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. റിയാക്ഷൻ 298 കെൽവിനിലാണ് നടക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി വാല്യൂ ഓഫ് ദീസ് കോൺസ്റ്റൻസ്. അപ്പോൾ നോക്കൂ, ഇതിൽ 298 കെൽവിനിൽ T298 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ T298 ആണ്, കെൽവിൻ ആണ്. സോ യുവർ എഫ് എന്ന് പറയുന്നത് ഫാരഡേ ആണ്. അതിന്റെ വാല്യൂ 96,500 കൂളം ആണ്. ആറിന്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. അപ്പോൾ ആ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇക്വേഷനിൽ. സോ ഇക്വേഷൻ ടേക്സ് ദ ഫോം mn plus bar m is equal to E0 mn plus bar m minus 0.0591 by n. കോൺസ്റ്റന്റ് അല്ലാത്തൊരു സാധനം അവിടെ എന്നേ ഉള്ളൂ, അതിന്റെ n അങ്ങനെ തന്നെ എഴുതാം. ബാക്കിയുള്ളതൊക്കെ കൂടെ അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ യു ഗെറ്റ് ദിസ് ന്യൂ വാല്യൂ 1 by mn plus. അപ്പോൾ റിയാക്ഷൻ 298 കെൽവിനിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ യു കെൻ യൂസ് ദിസ് ഫോം ഓഫ് ദ ഇക്വേഷൻ. സോ ദിസ് ഇസ് ദി ജനറൽ ഫോം ഓഫ് ദ Nernst ഇക്വേഷൻ. ഇതാണ് റിയാക്ഷൻ 298 കെൽവിനിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെൻ യൂസ് ദിസ് ഇക്വേഷൻ. പിന്നെ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് പറയും. നമ്മൾ ഈ Nernst ഇക്വേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് പറയാൻ പോകുന്നത്. ഇത് എക്സാമിനേഷൻ ഇതിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. സോ യു ഷുഡ് നോ ഹൗ ടു ഡിറൈവ് ദിസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. യു കെൻ കാൽക്കുലേറ്റ് ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ. അപ്പോൾ ഈ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം എന്ന് വെച്ചാൽ അറിയണം E0 അറിയണം. E0 വാല്യൂ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ അറിയണം. അതായത് ഓരോ ഇലക്ട്രോഡിൻ്റെയും E0 വാല്യൂസ് നമുക്ക് അറിയണം. അതുകൂടാതെ നമുക്ക് ടെമ്പറേച്ചർ അറിയണം. അതുകൂടാതെ അയോണുകളുടെ കോൺസെൻട്രേഷനും അറിയണം. സൊല്യൂഷനകത്തുള്ള അയോണിക് കോൺസെൻട്രേഷനും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ യു കെൻ കാൽക്കുലേറ്റ് ഈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സെൽ പൊട്ടൻഷ്യൽ Nernst ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം ഈ സെൽ ഇസ് ഈക്വൽ ടു E cathode minus E anode. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു സെൽ എന്ന് പറഞ്ഞാൽ ഡാനിയൽ സെല്ലാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സെല്ല് ഡാനിയൽ സെല്ലാണ്. അപ്പോൾ ഡാനിയൽ സെല്ലിന്റെ എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു E copper minus E zinc. കാരണം ഡാനിയൽ സെല്ലിന്റെ കാഥോഡ് കോപ്പറും ഡാനിയൽ സെല്ലിന്റെ ആനോഡ് സിങ്കുമാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ ഇനി എങ്ങനെ നമ്മൾ ഈ സെല്ല് കണ്ടുപിടിക്കും? അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ അറിയണം? ഈ കോപ്പർ അറിയണം, ഈ സിങ്ക് അറിയണം. ഈ കോപ്പറും ഈ സിങ്കും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ കോപ്പർ ആൻഡ് ഈ സിങ്ക് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് Nernst ഇക്വേഷൻ. അതായത് ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഈ Nernst ഇക്വേഷന്റെ പ്രസക്തി എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിർണ്ണയിക്കാനുള്ള തിയറിറ്റിക്കലായിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Nernst ഇക്വേഷൻ. അപ്പോൾ ഈ ഓരോ ഇൻഡിവിജ്വൽ ഇലക്ട്രോഡിന്റെയും പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യുന്നു? Nernst ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ കോപ്പർ ഇസ് ഈക്വൽ ടു E0 കോപ്പർ മൈനസ് 2.303 RT by
NF. N എന്ന് പറയുന്നത് ഡാനിയൽ സെല്ലിന്റെ കേസിൽ 2 ആയതുകൊണ്ട് നമ്മൾ അവിടെ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം ആ ഇലക്ട്രോൺ റിയാക്ഷൻ നടക്കുമ്പോൾ 2 മോൾ ഇലക്ട്രോണുകളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ N വാല്യൂ ഇസ് ഈക്വൽ ടു 2. സോ log 1 by copper 2 plus. അവിടെയുള്ള മെറ്റൽ അയൺ കോപ്പർ ആയതുകൊണ്ട് ഇറ്റ് ഇസ് ഈക്വൽ ടു log 1 by copper 2 plus. അതുപോലെ തന്നെ സിങ്ക് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ E0 സിങ്ക് minus 2.303 RT by 2F log 1 by Zn 2 plus. That is the potential of the zinc electrode. ഇനി ഈ സെൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. ദിസ് ഇസ് യുവർ ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഇസ് യുവർ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് സബ്ട്രാക്ട് ചെയ്യും, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ്സ് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോപ്പർ മൈനസ് ഈ സിങ്ക് എന്ന് കിട്ടും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷനിൽ നിന്ന് ഈ രണ്ടാമത്തെ ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യണം. യു ഹാവ് ടു സബ്ട്രാക്ട് ദിസ് ഇക്വേഷൻ ഫ്രോം ദിസ് ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ E0 ടേംസ് ഒന്ന് ചെയ്യും. E0 കോപ്പർ, പിന്നെ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, മൈനസ് E0 സിങ്ക്, അതൊന്ന് ചെയ്യും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മൈനസ് 2.303/2F എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ടേം ആണ്, അതിനെ ഒന്നിച്ചെടുത്തിരിക്കും. മൈനസ് 2.303 RT by NF എന്ന ടേം നമ്മൾ ഫുള്ളായിട്ട് അത് കോമൺ ആണ്, രണ്ടെണ്ണത്തിന് കോമൺ ആണ്, അതിനെ പുറത്തോട്ട് എടുത്തേക്കും. ഇനി നിങ്ങൾ ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെ വരും നോക്കും. ഈ മൈനസ് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉള്ളത് എന്താ? log 1 by copper 2 plus. അപ്പോൾ അതെടുത്തേക്കും log 1 by copper 2 plus എന്ന് എഴുതും. അപ്പോൾ ഇതിനകത്ത് ഈ മൈനസ് 2.303 RT by 2F പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. സോ യു ഹാവ് മൈനസ് log 1 by Zn plus. മൈനസ് log of 1 by Zn 2 plus. നോക്കൂ, ഈ ഇക്വേഷൻ is of the form log A minus log B ഫോമിലുള്ള ഒരു ഇക്വേഷൻ ആണ്. log A minus log B is equal to log A by B എന്നാണ്. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. അത് log A minus log B is equal to log A by B ആണ്. അപ്പോൾ നമ്മൾ അതിനെ log A by B ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ your equation will be of the form. അപ്പോൾ ഈ കോപ്പർ മൈനസ് ഈ സിങ്ക് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഈ സെൽ എന്ന് പറയുന്നത്. E0 copper minus E0 zinc എന്ന് പറഞ്ഞാൽ it is equal to E0 cell minus 2.303 RT by 2F. 2F, sorry, ഇവിടെ 2 ആയിരുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 2F ഓടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2F. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് log A by B ഫോമിലാക്കണം. log നോക്കൂ, log 1 by copper 2 plus into log 1 by zinc 2 plus എന്ന് പറഞ്ഞാൽ it becomes log Zn 2 plus divided by copper 2 plus. So that is the expression for determining E cell of the Daniel cell in the case. Then we will generalize here. This is your equation for the Daniel cell. Now we will generalize here. So now we have an equation. This is your general equation. A mole of A reacting with B mole of D giving C mole of C and D mole of T. With the Daniel cell in equation, this is your cell reaction. Zinc plus copper 2 plus giving zinc 2 plus copper. That is the Daniel cell in expression. Now, zinc 2 plus and zinc 2 plus products in the side. Zinc 2 plus comes along with the products. Copper 2 plus comes along with the reactant. This term is molar concentration unity. Pure solid, pure liquid, pure solids in the molar concentration unity. These terms are one. That's the equation. If you generalize your equation becomes E cell is equal to E0 cell minus 2.303 RT by NF log C raised to C D raised to D. That is the molar concentration of the products. This is product, the product numerator product. So molar concentration of the product divided by molar concentration of reactants. This is your general equation. Copper on denominator, so copper comes along with the reactants. So log products by log reactants. That's a general equation for determining E cell. So that's the first application. In
ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പറയാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc കണ്ടുപിടിക്കണം. സോ അതിനു മുമ്പ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഡാനിയൽ സെല്ലിന്റെ സെൽ റിയാക്ഷൻ ഒന്നുകൂടി ഓർമ്മിക്കും. ഇതാണ് ഡാനിയൽ സെല്ലിലെ സെൽ റിയാക്ഷൻ. കോപ്പർ 2 പ്ലസ് ഗിവിംഗ് Zn2 പ്ലസ് കോപ്പർ. നോക്കൂ, ഈ റിയാക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ സിങ്ക് 2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും. സിങ്ക് 2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടും. അതേസമയം കോപ്പർ 2 പ്ലസ് എന്ന് പറയുന്ന റിയാക്ടന്റ് ആണ്, അതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. So as reaction progresses, the concentration of Zn2 plus keeps on increasing and that of copper 2 plus keeps on decreasing. നോക്കൂ, നിങ്ങളുടെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. E is equal to E0 minus 2.303 RT by NF log 1 by zinc 2 plus അല്ലെങ്കിൽ copper 2 Mn plus. ഇതാണ് ജനറൽ ഇക്വേഷൻ. അതായത് ഇലക്ട്രോഡ് കോൺസെൻട്രേഷൻ is proportional to log of 1 by Mn plus Mn plus. അപ്പോൾ മൈനസ് ഓഫ് log 1 by Mn plus ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സിങ്കിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ, സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, മൈനസ് log of 1 by Mn plus is equal to log of Mn2 plus. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം ഇതിന്റെ മോളാർ കോൺസെൻട്രേഷൻ is directly electrode potential is directly proportional to the molar concentration of ion. Electrode potential ions in the molar concentration odu directly proportional ആണ് as per the Nernst equation. അപ്പോൾ സിങ്കിന്റെ മോളാർ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ത് സംഭവിക്കും? സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടും. അതേസമയം കോപ്പറിന്റെ മോളാർ കോൺസെൻട്രേഷൻ കുറയുന്നു, കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുന്നു. നോക്കൂ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മൈനസ് ലോഗ് ഓഫ് 1 by Mn പ്ലസ് എന്നാണ് നിങ്ങൾ ഇക്വേഷനകത്തുള്ളത്. മൈനസ് ലോഗ് 1 by Mn പ്ലസ് സെയിം ആസ് ലോഗ് ഓഫ് Mn പ്ലസ്. ഇതിനോട് സെയിം ആണ്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അയോൺ. അപ്പോൾ അയോണിന്റെ മോളാർ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കൂടും. അപ്പോൾ ഇവിടെ സിങ്കിന്റെ മോളാർ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ സിങ്ക് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കൂടും. അതേപോലെ തന്നെ കോപ്പറിന്റെ മോളാർ കോൺസെൻട്രേഷൻ കുറയുന്നതുകൊണ്ട് കോപ്പറിന്റെ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞു പോകും. അങ്ങനെ സിങ്കിന്റെ കൂടി വരും, കോപ്പറിന്റെ കുറഞ്ഞു വരും. അൾട്ടിമേറ്റ്ലി ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ രണ്ട് ഇലക്ട്രോഡുകൾക്കും ഒരേ പൊട്ടൻഷ്യലാണ്. രണ്ട് സിങ്ക് ഇലക്ട്രോണും കോപ്പർ ഇലക്ട്രോണും ഒരേ പൊട്ടൻഷ്യൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? there will be no potential difference between them. ആ രണ്ടിന്റെ ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. സോ your E cell will be equal to 0. E cell is 0. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ പിന്നെ E cell becomes equal to 0. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ജനറൽ കണ്ടീഷൻ. ആൻഡ് നോക്കൂ, നമ്മൾ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ യു നാച്ചുറലി ഹാവ് an equilibrium constant. Equilibrium constant എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക? Equilibrium constant is equal to product of molar concentration of products to that of reactants. ഇതാണ് നിങ്ങളുടെ equilibrium constant എന്ന് പറയുന്നത്. It is a product of molar concentration of the products to that of reactants. Okay, equationൽ ഇത് രണ്ടും കോപ്പറിന്റെയും സിങ്കിന്റെയും മോളാർ കോൺസെൻട്രേഷൻ യൂണിറ്റി ആയതുകൊണ്ട് നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആകെ നിങ്ങൾക്കുള്ളത് എന്താ? Kc is equal to molar concentration of Zn2 plus divided by molar concentration of copper 2 plus. ഇത് എക്വയാണ് കേട്ടോ. എക്വ എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിൽ ആണ് നമ്മൾ അതിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് യുവർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ ഇനി നമ്മൾ ഈ സെല്ലിന്റെ ഇക്വേഷൻ എടുക്കും. നമ്മൾ ഈ സെല്ലിന്റെ ഇക്വേഷൻ എന്താ? E cell is equal to E0 cell minus 2.303 RT by NF log Zn2 plus by copper 2 plus. So that's the expression for the Daniel cell. നോക്കൂ, ഇവിടെ ഈ സെൽ എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ. So this equation becomes E0 cell minus 2.303 RT by NF log Kc. കാരണം എന്താ? ഇക്വിലിബ്രിയം എത്തുമ്പോൾ ഈ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആവും.
So that will be equal to, the ratio will be equal to Kc. അപ്പോൾ ഈ equation ഉപയോഗിച്ചിട്ട് you can determine equilibrium constant Kc. So the equation is equal to E0 cell is equal to 2.303 RT by NF log Kc. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് Kc equilibrium constant കണ്ടുപിടിക്കാം. So that's the second application of Nernst equation. ഇനി നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആ ഗിബ്സ് ഫ്രീ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സെഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ എനർജി കുറഞ്ഞു പോകും. ഇപ്പം സിസ്റ്റംസും അങ്ങനെയാണ്, അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ എനർജി കുറഞ്ഞു പോകും. And this decrease in energy appears in the form of useful work. A decrease in energy appears in the form of useful work. അപ്പോൾ യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ എനർജിയാണ് നമ്മൾ ഫ്രീ എനർജി എന്ന് പറയാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ദി എനർജി ദറ്റ് ഇസ് യൂസ് ഫോർ ഡൂയിങ് യൂസ്ഫുൾ വർക്ക് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പല ടൈപ്പ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കളിക്കാനായിട്ട് നിങ്ങൾ എനർജി ഉപയോഗിക്കും, അതുപോലെ തന്നെ നിങ്ങൾ നീന്താനായിട്ട് എനർജി ഉപയോഗിക്കും എന്ന് വിചാരിക്കും, അതുപോലെ പഠിക്കാനായിട്ട് എനർജി ഉപയോഗിക്കും. അപ്പോൾ നിങ്ങളുടെ യൂസ്ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ പഠിക്കാനായിട്ടുള്ള വർക്കാണ് നിങ്ങളുടെ യൂസ്ഫുൾ വർക്ക്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയാണ് നമ്മൾ ഫ്രീ എനർജി എന്ന് പറയുന്നത്. യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയാണ് നമ്മൾ ഫ്രീ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ്ഫുൾ വർക്ക് ചെയ്യുന്ന സമയത്ത് there will be a decrease in free energy. Decrease in free energy appears as useful work എന്ന് പഠിച്ചിട്ടുണ്ട്. Delta minus delta G is equal to useful work. Decrease in free energy appears in the form of useful work. നോക്കൂ, നമ്മുടെ സെല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഈ യൂസ്ഫുൾ വർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വർക്ക്. ഓക്കെ, ഇലക്ട്രിക്കൽ വർക്ക് അപ്പം എന്താണ്? ഈ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെയും അതിൻ്റെ ടോട്ടൽ ചാർജിൻ്റെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ ആസ് വെൽ ആസ് ദി ടോട്ടൽ ചാർജ് പാസ്. നോക്കൂ, അതെന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു NFE സെൽ എന്ന് തന്നിട്ടുണ്ട്. നോക്കൂ, ഇത് പൊട്ടൻഷ്യൽ ആണ്, ആൻഡ് ഈ NF എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ആണ്. നോക്കൂ, F ഫാരഡേ എന്ന് പറഞ്ഞാൽ, ഫാരഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജിനെയാണ് നമ്മൾ ഒരു ഫാരഡേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ചാർജ് ക്യാരീഡ് ബൈ 1 mole. 1 mole എന്ന് വെച്ചാൽ എത്രയാ? അവഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ചാർജാണ് ഒരു ഫാരഡേ എന്ന് പറയുന്നത്. 1 mole ഇലക്ട്രോണിന്റെ ചാർജാണ് ഒരു ഫാരഡേ. അപ്പോൾ നിങ്ങളുടെ സെൽ റിയാക്ഷനിൽ n mole ഇലക്ട്രോൺസ് ഇൻവോൾവ് ആണെങ്കിൽ അതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് n into F ആണ്. So that is total charge into the potential. അതാണ് ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയുന്നത്. So minus delta G is equal to NFE cell എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ you can say that delta G is equal to minus NFE cell എന്ന് പറയാം. Okay. ഇനിയിപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ this will be delta G0, this is equal to E0 എന്ന് പറയും. E0യുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ your equation becomes minus NFE0യുടെ വാല്യൂ 2.303 RT by NF log Kc എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So your equation becomes delta G is equal to minus 2.303 RT log Kc. അതായത് ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഈ ഗിബ്സ് ഫ്രീ എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ദിസ് ഗിവ്സ് യു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് യുവർ ഗിബ്സ് ഫ്രീ എനർജി. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ ഇത് ഗിബ്സ് ഫ്രീ എനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റിയെ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ഗിബ്സ് ഫ്രീ എനർജിയാണ്. നോക്കൂ, ഡെൽറ്റ G is equal to NFE cell. അതല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തത്? ഡെൽറ്റ G is equal to minus NFE cell. ഇതാണ് നിങ്ങളുടെ ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ നിങ്ങളുടെ ഡെൽറ്റ G നെഗറ്റീവ് ആയാൽ മാത്രമേ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ ഡെൽറ്റ G നെഗറ്റീവ് ആവണമെങ്കിൽ വേണ്ട ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സെല്ലിന് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സെൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരുന്നു. ഇത് പോസിറ്റീവ് ആയാലേ നിങ്ങളുടെ നെറ്റ് വാല്യൂ നെഗറ്റീവ് ആവുള്ളൂ. അപ്പോൾ
സെൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ നിങ്ങളുടെ ഈ സെൽ ഷുഡ് ഓൾവേസ് ബി പോസിറ്റീവ്.